വിശ്രമത്തിന് ശേഷം വലിയ കേശവനെ അമ്പലത്തിന് മുന്നിൽ കൊണ്ടുവന്നു. വലിയ വായുകുംഭത്തെ കൂടുതൽ ജ്വലിപ്പിക്കുന്ന നെറ്റിപ്പട്ടം ചാർത്തിയ നിൽപ്പ് മാത്രം മതി ആനപ്രേമികൾക്ക് മനം നിറയാൻ. ദാ നോക്ക്, നല്ല സ്റ്റൈലൻ ഗെറ്റപ്പല്ലേ എനിക്ക് എന്ന ഭാവം വലിയ കേശവനും ഉണ്ടായിരുന്നു. സ്വീകരണത്തിന് തിരിക്കുന്നതിന് മുന്നേ വലിയ കേശവൻ ജീവിത അണിഞ്ഞു. വേദിയുടെ മുഖച്ചാർത്ത് പതിപ്പിച്ച ഒരു രൂപമാണ് ജീവിത. എഴുന്നള്ളത്തുകളിൽ ആനപ്പുറത്തിരിക്കുന്ന ശാന്തിയെ മറയ്ക്കുവാനാണ് ജീവിത ഉപയോഗിക്കുന്നത്. 3 അടി വലിപ്പമുള്ള ജീവിതയിൽ ദേവിയുടെ മുഖച്ചാർത്താണ് ഇവിടെ കൊത്തിയിരിക്കുന്നത്. ഏയ് കൊല്ലത്തുകാരെ, നിങ്ങൾ ഇത്രയും ഐശ്വര്യമുള്ള ഒരു ആനയെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യം ആ മുഖത്ത് നിറഞ്ഞു നിൽപ്പുണ്ട്. ഈ ഐശ്വര്യം കാണുമ്പോൾ ആ ചോദ്യത്തിന് തീരെ പ്രസക്തി ഇല്ലാതാകുന്നുമില്ല. എന്നെ ഇത്രയും ദൂരം കൊണ്ടുവന്നതിന് നിങ്ങൾക്കാർക്കെങ്കിലും നഷ്ടം തോന്നരുതെന്ന് വിളിച്ചു പറയുന്ന മട്ടിലാണ് ആ കാതുകൾ ഇളകുന്നത്. ക്ഷേത്രനടയിലെ ചടങ്ങുകളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇനി സ്വീകരണ വേദിയിലേക്ക്. താളവാദ്യങ്ങൾ എവിടെ എന്നൊരു ചോദ്യം ആദ്യം മുതലേ കേശവനുണ്ടായിരുന്നു. ഇതാ മേളം തുടങ്ങിയിരിക്കുന്നു. ഇനി പ്രദക്ഷിണം തുടങ്ങാം. നാട്ടുകാർ കാത്തു നിൽക്കുന്നത് ഈ മനോഹരമായ കാഴ്ച കാണുവാനാണ്. അകമ്പടി സേവക്കാരും റെഡി. വലിയ കേശവ, മുന്നിൽ നടന്നു. ഞങ്ങളുടെ കുലത്തിന്റെ അഭിമാനമാണ് എന്ന മട്ടിലാണ് മീനാട് വിനായകനും കടത്താവിള ശിവൻകുട്ടിയും നെടുമൺകാവ് മണികണ്ഠനും മയ്യനാട് അച്ചുവും പിന്നാലെ നടക്കുന്നത്. ഇനി എന്നാണ് നിന്നെപ്പോലെ ഞങ്ങളെയും ഒന്ന് എഴുന്നള്ളിച്ച് ആദരിക്കുന്നത് എന്ന മൗനമായൊരു ചോദ്യവും ഇവർ ഉള്ളിൽ ചോദിക്കുന്നുണ്ട്. എങ്കിലും ഈ സന്തോഷത്തിൽ ഞങ്ങളും ചേരുന്നു, നിറഞ്ഞ മനസ്സോടെ, ഉള്ളിൽ കാലുഷ്യമൊന്നുമില്ലാതെ. അതെ, അകമ്പടി സേവിക്കുവാൻ നമുക്ക് പ്രയാസമാണെങ്കിലും ഇവർക്ക് പ്രയാസമില്ല. അതാണ് ഈ ആനയും മനുഷ്യനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. കേശവൻ ഇപ്പോൾ ശരിക്കും താളം ആസ്വദിക്കുന്നുണ്ട്. ബീഹാറിൽ നിന്ന് വരുമ്പോൾ ഞാനൊരു ഹീറോ തന്നെയായിരുന്നു. കൊടുവട്ടൂർ സ്വാമിയുടെ മനയിൽ ഞാൻ അധിക കാലമൊന്നും കഴിഞ്ഞില്ല. അയ്യര് എന്നെ മണിശ്ശേരി ഹരിദാസിന് കൈമാറി. അവിടെയും അധിക നാൾ നീണ്ടില്ല. ഇങ്ങനെ നീളാത്തതിന് ആരാണ് ഉത്തരവാദി എന്നൊന്നും ചോദിക്കരുത്, എനിക്കതൊന്നും അറിയില്ല. മണിശ്ശേരി ഹരിദാസിന്റെ കയ്യിൽ നിന്നാണ് ഗുരുവായൂരിലെ കീശാന്തിയായിരുന്ന നാഗേരിമന വാസുദേവൻ നമ്പൂതിരി എന്നെ വാങ്ങുന്നത്. നമ്പൂതിരിയുടെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടെ അതാ മറ്റ് 3 ആനകൾ കൂടിയുണ്ട്. എനിക്ക് സന്തോഷമായി. ഒന്നുമില്ലേലും മിണ്ടിപ്പറഞ്ഞു നിൽക്കാൻ 1-2 പേർ കൂടി ഉണ്ടല്ലോ. വാസുദേവൻ നമ്പൂതിരിക്ക് എന്നോട് വളരെ സ്നേഹമായിരുന്നു. തൻ്റെ ആനകളിൽ ഒന്നിനെ കണ്ണന് നൽകാം എന്നൊരു നേർച്ച നമ്പൂതിരിക്കുണ്ടായിരുന്നു. അതിനായി ഒരാളെ അദ്ദേഹം കരുതുകയും ചെയ്തു. പക്ഷേ എന്തു പറയാൻ, കണ്ണനല്ലേ ആള്. നമ്പൂതിരി ഇങ്ങനെ ഒരു നേർച്ച നേർന്നതും കണ്ണൻ എന്നെ നോട്ടമിട്ട് കഴിഞ്ഞിരുന്നു. പാവം നമ്പൂതിരി. കണ്ണന്റെ മനസ്സിലിരിപ്പ് തിരുമേനിക്കറിയാമോ? തിരുമേനി നിശ്ചയിച്ചു വെച്ച ആന അതാ ഒരു ദിവസം നോക്കുമ്പോൾ ചരിഞ്ഞിരിക്കുന്നു. ഓ, എന്തൊരു വിധി! കണ്ണൻ ഇത്രയും കടുത്ത കൈ കാണിക്കുമെന്ന് ആരറിഞ്ഞു? ഇത്രയും കഴിഞ്ഞപ്പോൾ ഇനി ആര് എന്ന ചോദ്യമായി.
ബാക്കി ഞങ്ങൾ 3 പേരുടെ പേരും എഴുതിയിട്ട് നറുക്കെടുത്തു. അന്ന് എൻ്റെ പേര് നാഗേരിമന അയ്യപ്പൻ എന്നായിരുന്നു. കണ്ണൻ്റെ ഇംഗിതം തന്നെ നടന്നു. എനിക്ക് നറുക്കുന്നു. തിരുമേനിക്ക് സങ്കടമുണ്ടായിരുന്നെന്ന് എനിക്കറിയാം. എനിക്കും കരച്ചിലുണ്ട്. പക്ഷേ അത് പെട്ടെന്ന് മാറി. കണ്ണൻ്റെ അടുത്തേക്കല്ലേ ഞാൻ പോകുന്നത്, പിന്നെ എന്തിന് കരയണം? ചിന്ത അങ്ങനെയായി. തിരുമേനിയും അങ്ങനെ തന്നെ ചിന്തിച്ചിരിക്കണം. ഞാനങ്ങനെ കണ്ണൻ്റെ സന്നിധാനത്ത് ചെന്നു. എല്ലാ സങ്കടങ്ങളും ഒരൊറ്റ നിമിഷം കൊണ്ട് മാഞ്ഞു മറന്നു. അമ്പോ, ആരെല്ലാമാണ് അവിടുത്തെ നിവാസികൾ! ഗുരുവായൂർ കേശവന്റെ പ്രതാപകാലം. നേര് പറയാം, അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഞാൻ ഒന്നുമല്ല. ഗുരുവായൂരിലെത്തുമ്പോൾ എൻ്റെ പേര് അയ്യപ്പനിൽ നിന്നും കേശവൻ എന്നായി മാറിയിരുന്നു. അപ്പോൾ പേര് തന്നെ ഒരു പ്രശ്നം. അവിടെ അപ്പോൾ ഒരു ചെറിയ കേശവൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വലിയ കേശവനായി. ഗുരുവായൂർ കേശവന്റെ പേരിന് കളങ്കമുണ്ടാകരുതേ എന്ന ഒരൊറ്റ പ്രാർത്ഥനയാണ് ഇപ്പോഴും. എനിക്ക് വയസ്സ് 40 കഴിഞ്ഞു. പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ണനെ കണ്ടു കഴിയുമ്പോൾ എന്ത് പ്രയാസം! പിന്നെ ഇതുപോലുള്ള അംഗീകാരങ്ങൾ. ഇതിനപ്പുറം വേറെ എന്തെങ്കിലും വേണോ?